സാർ ഈ തരൂര് ഇപ്പം ഈ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം തുടരുകയാണ്. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുടെ അദ്ദേഹത്തോടുള്ള ഒരു വൈരാഗ്യം തുടരുകയാണ്. ഇപ്പോൾ ജയറാം രമേശ് അടക്കം അദ്ദേഹം എല്ലാം ഒന്നും വിശദീകരിക്കുന്നില്ല, അദ്ദേഹത്തിന് അജ്ഞതയാണെന്നൊക്കെ പറയുന്നു. പണ്ട് UPA സർക്കാർ ഭരിച്ച കാലത്തുള്ള അതിനെക്കുറിച്ചൊന്നും, അന്ന് നടന്ന യുദ്ധത്തെക്കുറിച്ചോ അന്ന് ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചോ ഒന്നും പരാമർശിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ തരൂർ പറയുന്നത് എനിക്കതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ ഇതാണ് പ്രധാനം. അതായത് ഇപ്പോൾ പറയേണ്ടത് വിമർശകർക്ക് തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാമെന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത്. മുൻ യുദ്ധങ്ങളെക്കുറിച്ചായിരുന്നില്ല. തനിക്ക് അജ്ഞതയെന്ന് ഗർജിക്കുന്ന ആവേശക്കാർക്കാണ് ഈ വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഈ പോയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. എന്നാൽ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് നല്ലൊരു സ്ഥാനം കൊടുക്കുകയോ ഒന്നുമില്ല. എപ്പോഴും ഈ തരൂർ പോവുകയും വേണം, എന്നാൽ പോയി അവിടെ വലിയൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അതിനെ ചൊറിയുക എന്നുള്ളൊരു രീതിയാണ് അവലംബിക്കുന്നത്. അത് എങ്ങനെ കാണാം? അതിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവർക്കൊരിക്കൽ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ അവർക്ക് യാതൊരു ദുഃഖമില്ല. അവരാകെ 26 പേര് മരിച്ചുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. 26 പേരെല്ലാം മരിച്ചുള്ളൂ എന്നാണ്. അവിടെ ആരൊക്കെ മരിച്ചാലും അവർക്ക് യാതൊരു വേവലാതിയില്ല. കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിലും അത് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ അക്കാര്യത്തിൽ വേദന ഉണ്ടാവും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് സുൽഫിക്കർ അലി ഭൂട്ടാണ് അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി. നമ്മൾ അവരുടെ യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ ഇന്ത്യ ഏകകണ്ഠമായിട്ടാണ് ഇന്ത്യ തീരുമാനങ്ങളെടുത്തത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ആയുധങ്ങളും, അവർ പറഞ്ഞത് അവരുടെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടുള്ള മുഴുവൻ പിന്തുണയും ഭാരതത്തിന് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ തയ്യാറായത്. RSS അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായതും ഇന്ദിരാഗാന്ധി പിന്താങ്ങാൻ വേണ്ടി തയ്യാറായി. സർവായുധ അതുകൊണ്ടൊരു പ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട് പിൽക്കാലത്ത്. ദുർഗയോട് തുല്യമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ ദുർഗയോട് തുല്യം എന്നൊക്കെ വാക്കൊന്നും അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ അവരെ വിശേഷിപ്പിച്ച് ദുർഗയ്ക്ക് തുല്യമായിട്ടാണ്. ദുർഗയുടെ സവിശേഷത എല്ലാ ദേവന്മാരും ആയുധം കൊടുത്തുകൊണ്ടാണ് ദുർഗയെ ശക്തി സ്വരൂപിണിയാക്കിയത്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇന്ദിരാഗാന്ധിയെ ശക്തി സ്വരൂപിണിയാക്കിയത്. അതുകൊണ്ടാണ് 13 ദിവസക്കാലം കൊണ്ട് മനേക്ഷ എന്ന് പറയുന്ന യുദ്ധം വേണ്ട എന്നും തിരിച്ചടിക്കണ്ട എന്നും പറഞ്ഞ ഫീൽഡ് മാർഷലെ കൊണ്ട് പിൽക്കാലത്ത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും 13 ദിവസക്കാലം കൊണ്ട് പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ സാധിക്കുകയും 1,00,000 പേരോളം പേരെ അവിടെ തടങ്കലാക്കാൻ സാധിച്ചതൊക്കെ ഈ പറയുന്ന ഭാരതത്തിന്റെ ഏകകണ്ഠമായുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ്. ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. പഹൽഗാമില് നിവൃത്തിയില്ലാതെ കൊണ്ട് കോൺഗ്രസിന് അതിന് ചില കാര്യങ്ങൾ പിന്താങ്ങി. ശരിയാണ്. അത് കോൺഗ്രസിൽ എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ ദേശസ്നേഹമുള്ള പലരും, തലയെടുപ്പുള്ള പലരും, ശശി തരൂരിനെ പോലെ, ചിദംബരത്തിനെ പോലെ പലരും അവരാരും ഇത്തരത്തിൽ മണ്ടത്തരങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം സ്വതവേ ഒരു ഭാരതത്തിൻ്റെ സ്വഭാവമുണ്ട്. ഭാരതത്തിൻ്റെ സ്വഭാവം ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ചിട്ടോ, അത് പ്രത്യേകം എടുത്ത് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ബാക്കിയുള്ള എല്ലാ പാർട്ടികളും ഒന്നിക്കുന്നൊരു സ്വഭാവം ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് പണ്ട് സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന പറയുന്ന സമയത്ത് അതിനെതിർത്ത് മുലായം സിംഗ് യാദവാണ്. മുലായം സിംഗ് യാദവ് പറഞ്ഞു ഞാൻ എൻ്റെ പിന്തുണ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു ദേശസ്നേഹമുണ്ട്. ആ ദേശസ്നേഹം ഇല്ലാത്തവരാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത്. അവരാണ് പഹൽഗാമിൽ അവർ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് തെളിവെന്താ എന്ന് ചോദിക്കും. ഉറിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവെന്താണെന്ന് ചോദിക്കും. മറിച്ച് അവിടെ ബോംബെയിൽ ആക്രമണം നടത്തി, തിരിച്ചടിച്ചോ? തിരിച്ചടിച്ചില്ല. അതേപോലെ തന്നെ ഡൽഹിയിൽ ആക്രമണം നടത്തി, തിരിച്ചടിച്ചോ? ഇല്ല. അങ്ങനെ ഏകദേശം നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത്, പാകിസ്ഥാനി തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് ഓരോ സമയത്തും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് വേണ്ട യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് ജയറാം രമേശ് പറയുന്നത് ഞങ്ങൾ 6 സ്ഥലത്ത് ഞങ്ങൾ കയറിയിട്ട് ഈ തരത്തിൽ അവരെ തീവ്രവാദി കേന്ദ്രങ്ങൾ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ശുദ്ധ കളവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരിത്തരം കാപട്യങ്ങൾ, കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. മുൻ സർക്കാരുകൾ എപ്പോഴും സർക്കാരുകളുടെ തുടർച്ചയാണ്. അന്നത്തെ സർക്കാരുകൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്നത്തെ സർക്കാർ അതിന് തള്ളിപ്പറയാൻ വേണ്ടിയിട്ടോ അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് പോകാറില്ല. അത്തരം പതിവുകളൊന്നുമില്ല. ഈ പതിവ് കൊണ്ടുവരുന്നൊരു സ്വഭാവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. നമ്മൾക്ക് ശത്രുപക്ഷത്തേക്കുന്ന രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടുകളും രാഹുൽ ഗാന്ധിയൊക്കെ എടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യ ഏതാണ് പാകിസ്ഥാൻ ഏതാണെന്ന് തിരിച്ചറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചില ആളുകൾക്ക് വൈകുന്നേരത്ത് നേരാവുന്ന സമയത്ത് അവരുടെ സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാവാറുണ്ട്. ആ തരത്തിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി.
അതുകൊണ്ട് അയാൾ ഏത് സമയത്താണ് എന്തൊക്കെയാണ് പറയുന്നത് നിശ്ചയം ഉണ്ടാവില്ല. അയാൾ ആ തരത്തിൽ എങ്ങനെ ഇന്ത്യക്കെതിരായിട്ട് പറഞ്ഞാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ശശി തരൂർ അങ്ങനെയില്ല. ശശി തരൂര് UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ജനറലായിട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായിരുന്ന ആളാണ്. അങ്ങനെയുള്ള ആളെപ്പോലും കോൺഗ്രസ് തിരുവനന്തപുരത്ത് നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചതിന് ശേഷം മാനവ വിഭവശേഷി വകുപ്പിന് സഹമന്ത്രിയാണ് ആക്കിയത്. അപ്പൊ അങ്ങനെ പല കാലത്ത് അദ്ദേഹത്തെ അവമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കരിസ്മയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച്, വിഷയങ്ങൾ പഠിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ത്രാണിയെക്കുറിച്ച് ഒരു സംശയവും ആർക്കുമില്ല. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കില്ല, ഇപ്പോഴത്തെ ഭരണകക്ഷിയെ സംബന്ധിച്ചില്ല, അവർക്ക് ആർക്കും സംശയമില്ല. പക്ഷേ കോൺഗ്രസിൽ ചിലർക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം കോൺഗ്രസിൽ എങ്ങാനും ശശി തരൂർ വന്നിട്ട് അദ്ദേഹം പാർട്ടി അധ്യക്ഷനാവുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആധിപത്യം അതോടുകൂടി തീരും. അത് നല്ല ബോധ്യമുണ്ട്. അതിന്റെ പേരിലാണ് ആദ്യം തന്നെ ശശി തരൂരിനെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് തന്നെ കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ശശി തരൂരിന്റെ പേര് അവർ കണക്കിലില്ല. അവർക്ക് എണ്ണപ്പെട്ട ആരുടെയും പേര് അവരുടെ കണക്കിലില്ല. അവരുടെ കണക്കില്ല. ഇപ്പൊ ഞാൻ വേറൊന്ന് പറയട്ടെ, ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികള് ആ തരത്തിൽ തർക്കമൊന്നും അവർക്കാർക്കും വന്നില്ലല്ലോ. മുസ്ലിം ലീഗിന് തർക്കം വന്നില്ല, അല്ലെങ്കിൽ CPM തർക്കം വന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ തർക്കം വന്നില്ല. ആകെ തർക്കം NCPക്ക് തർക്കം വന്നില്ല. തർക്കം വന്നത് ഒറ്റ പാർട്ടിക്കേ ഉള്ളൂ, കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ പോലെയുള്ള എണ്ണപ്പെട്ട ബൗദ്ധികമായിരിക്കുന്ന നിലവാരമുള്ള ഒരാളെ ഭാരതത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. കാരണം അവർ വിചാരിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇവിടെ ഒരാൾ ആരെങ്കിലൊക്കെ കോൺഗ്രസിന്റെ ആൾ പറഞ്ഞയക്കുക, അയാൾ അവിടെ ചെന്നിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് വാദിക്കുക. അങ്ങനെയായിരുന്നില്ല ഇവരൊരാൾ പേര് അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാൾ ആസാംകാരനാണ്. അയാളുടെ ഭാര്യ മറ്റേ പാകിസ്ഥാൻകാരിയാണ്, അഴിമതിക്കാരായിട്ടുള്ള മനുഷ്യനാണ്. ഈ അഴിമതിക്കാരനായിട്ടുള്ള മനുഷ്യനെ അവിടെ ചെന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക? അയാൾ ആ സമയത്ത് 10 ചില്ലറ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. ഇതായിരുന്നു കോൺഗ്രസിന്റെ ഉദ്ദേശം. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സോറോസിൽ നിന്ന് പണം പറ്റാനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ശശി തരൂര്. അത് ഇത് ആദ്യമായിട്ടല്ല. എന്റെ ഓർമ്മയിൽ 5-6 വർഷത്തിന് മുമ്പായിട്ട് അദ്ദേഹം UK പോയിരുന്നു. ആ UK പോയിട്ട് ഭാരതത്തിന്റെ മഹത്വത്തെ കുറിച്ച് UK ഭാരതം ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടില്ല, ബ്രിട്ടന്റെ ഭരണത്തിന്റെ കാലത്തുണ്ടായിരിക്കുന്ന കെടുകാര്യസ്ഥയെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയത് ശശി തരൂരാണ്. അത് ശശി തരൂർ മാത്രമല്ല, ചിദംബരമാണെങ്കിലും അത് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പ്രതിപക്ഷ അത് തന്നെയാണ് 1994 നരസിംഹറാവു ഭരിക്കുന്ന സമയത്ത് UN പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ്. നമ്മളാരും ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം നമ്മൾ ആ കാര്യം ചിന്തിക്കില്ലല്ലോ. എന്താ ചിന്തിക്കാത്ത? ഈ പ്രതിപക്ഷ നേതാവ് വീട്ടിൽ യാതൊരു പ്രയോജനമില്ലെന്നേ. ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഇയാൾക്ക് ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞൂടാ. ഇയാൾക്ക് ഭാരതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞൂടാ, ഭാരതത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞൂടാ. ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിന്റെ ഏകതയെ സംബന്ധിക്കുന്ന ഒരു ധാരണയും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അയാൾ ധരിക്കുന്നത് അയാളുടെ മറ്റൊരു പപ്പറ്റായിരിക്കുന്ന ജയറാം രമേശ്. എനിക്കൊന്നും ഒരുപക്ഷെ അടുത്ത പാർട്ടി പ്രസിഡന്റ് ജയറാം രമേശ് ആവാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം മല്ലികാർജുൻ ഖാർഗെ മാറിയിട്ടുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള വേറെ ആൾ വരേണ്ടതുണ്ടല്ലോ. ആ സാധ്യത ജയറാം രമേശിന് വേണമെന്നുള്ള മോഹമുണ്ട്. ആ മോഹത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂരിനെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദൗത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതല്ലാതെ കണ്ട് പഴയ കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നത് ഒട്ടും ന്യായമായിട്ടുള്ളതല്ല. ഈ പഴയ കാര്യങ്ങളായാലും പുതിയ കാര്യങ്ങളായാലും ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ മാറിയാൽ പോലും ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് ഇത്തരം വിഷയങ്ങളിൽ ഏകരൂപമാർന്നതാണ് എന്നുള്ള തിരിച്ചറിവ് ജയറാം രമേശിന് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ മറിച്ച് ആ അറിവ് ശശി തരൂരിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇത്ര വിശദമായ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.